ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൗത്തമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ധ്യാന ചിന്ത അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്ന ചിന്ത ഇങ്ങനെയാണ്: ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു എന്നുള്ള ഒരു വാക്ക് ഒരല്പസമയം ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരുമനപ്പെടുക എന്നുള്ളത് ഒരു മനസ്സ് എന്നുള്ള ചിന്തയാണല്ലോ. ഒരു മനസ്സ്, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാരുമായി 40 ദിവസത്തോളം അവരോട് കൂടെ ഇരുന്ന് ഇന്നലകളിൽ പറഞ്ഞതും ഒക്കെ ഒരു പ്രാവശ്യം കൂടെ റീഅഷ്യൂർ ചെയ്യുകയും മാത്രമല്ല, യേശു അവരോട് അവസാനമായി പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടങ്ങളിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. അതിനുശേഷം മാത്രമേ പ്രൈസ് ലോർഡ് നിങ്ങൾ സാക്ഷികളാകുവാൻ അല്ലെങ്കിൽ യെരൂശലേം വിട്ടുപോകുവാൻ ഇടയാകാവൂ. അപ്പോൾ ആ വാഗ്ദത്തത്തിനു വേണ്ടി അവർ ഒരുമനപ്പെടുക. കർത്താവ് കേവലം ഇവിടെ മാത്രമല്ല, തൻ്റെ ഐഹിക ജീവിതകാലത്തും തൻ്റെ മരണത്തെക്കുറിച്ചും താൻ അയക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ വിശദമായവരോട് പറഞ്ഞത്. പക്ഷെ അന്ന് അവർക്കൊത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനു ശേഷം അവർ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ വരുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിനോട് കേട്ട പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിനു വേണ്ടി ഒരുമനപ്പെടുന്ന ശിഷ്യന്മാരുടെ ഒരു കൂട്ടത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു മനസ്സായി തീരുക. ഇവിടെ 2 ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒന്ന്, ഒരുമനപ്പെട്ടു എന്ന ഒരു ചിന്തയും, പ്രൈസ് ദി ലോർഡ്, ഒന്നിച്ച് കൂടിയിരുന്നു എന്ന മറ്റൊരു ചിന്തയും കൂടെ ചേർന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഹല്ലേലൂയ സ്തോത്രം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് കൂടെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇവിടെ കിടപ്പുണ്ട്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ദൈവമക്കളെ, ഈ ശിഷ്യന്മാരെ കുറിച്ച് ഒരല്പ വാക്ക് പുറകോട്ടിറങ്ങി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹികമായ ജീവിതകാലത്ത് ഇവർ പലപ്പോഴും ഒന്നിച്ചു കൂടുന്നുണ്ടായിരുന്നുവെങ്കിലും അവരുടെ മനസ്സ് ഒന്നല്ലായിരുന്നു എന്ന് പല സംഭവങ്ങൾ തെളിയിക്കുന്നു. മത്തായി സുവിശേഷം 20:24 യോഹന്നാന്റെയും യാക്കോബിൻ്റെയും അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ 2 മക്കൾ യേശുവിൻ്റെ തേജസ്കരണത്തിൽ യേശു സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുവാൻ വരം ചോദിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് 10 പേരും ഈ യോഹന്നാനോട് യാക്കോബിനോട് നീരസപ്പെടുന്നു. നോക്കിക്കേ, അവർക്ക് നീരസമാണ് ഉണ്ടാകുന്നത് കാണുന്നത്. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണപ്പെടേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ ഇവരുടെ ഇടയിൽ തർക്കമുണ്ട്.
ഇടയിൽ ഭിന്നതയുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇവരെ പരിഹസിക്കുന്ന ആളുകളെ ആകാശത്ത് തീ ഇറക്കി നശിപ്പിച്ചു കളയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഉള്ള പലതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തും. അപ്പൊ തമ്മിൽ ഒരു ഐക്യത അല്ലെ ഒരു മനസ്സില്ലാത്ത അവസ്ഥ യേശുവിൻ്റെ ഐഹിക കാലത്ത് ഇവരിൽ ഉണ്ടായിരുന്നു എന്നതിന് കുറേ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നിച്ചാണ് അപ്പം നുറുക്കി യേശു കൊടുത്തപ്പോൾ അവർ ഷെയർ ചെയ്തപ്പോൾ ഒന്നിച്ച, യേശുവിൻ്റെ കൂടെ നടക്കുന്നത് ഒന്നിച്ച, യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നത് ഒന്നിച്ച. പക്ഷേ ഒരു മനസ്സ് അപ്പോഴൊന്നും അവരിൽ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നിച്ചു കൂടിയിരിക്കുന്നു, ഒന്നിച്ച് അപ്പം നുറുക്കി കൊടുക്കുന്നു, ഒന്നിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിലും മനസ്സുകൊണ്ട് അവർ ഒരിക്കലും ഒന്നിച്ചു എന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. കർത്താവ് യേശുക്രിസ്തു തൻ്റെ മശിഹ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന്. അപ്പോൾ ഒരു മനസ്സ് ഇവർക്കുണ്ടാകണമേ എന്ന് യേശുവിൻ്റെ മശിഹ പ്രാർത്ഥനയിലും ശിഷ്യന്മാരെ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നോക്കണം, ശരീരം കൊണ്ട് ഒന്നിച്ച് പ്രൈസ് ദി ലോർഡ് പലയിടത്തും കൂടുന്നുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് അവർ ഒരിക്കലും ഒന്നിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ധ്യാന ചിന്തയിൽ നമ്മൾ ചിന്തിച്ചത് അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു എന്ന്. അപ്പോൾ നോക്കണം, തർക്കങ്ങളുള്ള, വാദങ്ങളുള്ള, ഭിന്നതകളുള്ള, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഒരിക്കലും മനസ്സുകൊണ്ട് യോജിക്കാത്ത അവർ നോക്കണം ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. എന്താണ് നോക്കണം, സ്തോത്രം, ആ 1-ാം അധ്യായത്തിൽ 3 മേഖല കാണാം. സ്തോത്രം, 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ യെരൂശലേമിൽ ഒന്നിച്ചു കൂടണം, ഈ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ അവർ അനുസരിക്കുന്നു, ഒന്നിച്ചനുസരിക്കുന്ന മനോഭാവം. നോക്കണം, അവരുടെ മുമ്പിൽ കർത്താവ് പറഞ്ഞ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വാക്കിന്, ആ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ എന്നത് വാഗ്ദത്തത്തെ സ്വീകരിക്കുവാൻ അവർ ഒന്നിച്ചനുസരിക്കുക. ആ മാളിക മുറിയിൽ അവർ ഒന്നിച്ച് കൂടുകയാണ്, ഒന്നിച്ചനുസരിക്കുന്നു. 2 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അവരെ ഒന്നിച്ച മാളിക മുറിയിൽ കൂടി, ഒന്നിച്ച മാളിക മുറിയിൽ കൂടി. അതുപോലെ നമ്മൾ കാണുന്നത് ഒന്നിച്ച് അവർ കർത്താവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരുന്നു 10 ദിവസം. നോക്കണം, ഒരു ദിവസം പോലും കാത്തിരിക്കാൻ കഴിവുള്ളവരല്ല ഇവർ. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം നമുക്കറിയാം അവർ മീൻ പിടിക്കാൻ പോയവരാ, 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോയവരാ. അപ്പോൾ ഒരു ദിവസം പോലും യേശു ഉയർക്കുമെന്ന് വിശ്വസിച്ച് ഒരു ദിവസം വെയിറ്റ് ചെയ്തവരല്ല, കാത്തിരുന്നവരല്ല അവർ. പക്ഷെ ഇവിടെ നോക്ക്, മർക്കോസിന്റെ മാളിക മുറിയിൽ 10 ദിവസം കാത്തിരിക്കുവാൻ അവരിടയായി തീരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവരെ മർക്കോസിന്റെ മാളിമുറിയിൽ ഒന്നിച്ച് താമസിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവിടെ കാണുന്നു, നമ്മളിവിടെ വാക്യത്തിൽ നമ്മളുടെ ധ്യാന ചിന്തകൾ കണ്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കിൽ അവർ ഒരുമിച്ച് വിശ്വസിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ തത്വമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനസ്സ്. ഈ ഒരു മനസ്സ് വന്നു കഴിയുമ്പോൾ ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ചു കൂടി എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ഹല്ലേലൂയ. ഒരു മനസ്സോടെ ഒരു വിഷയത്തിൽ നാം ആകുന്നു എന്നതാണ്. ഹല്ലേലൂയ. അതാകുന്നു സഭ. സഭ എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എല്ലാവരും കൂടി വരുന്ന ഒരിടമല്ല, പകരം ഒരു മനസ്സോടെ കൂടി വരണം. ഒരു മനസ്സ് വന്നിട്ട് വേണം ഹല്ലേലൂയ സ്തോത്രം
ഹല്ലേലൂയ കൂടിവരവിൽ ആളുകൾ കൂടുന്നുണ്ട്. പക്ഷേ ഒരു മനസ്സില്ലെങ്കിൽ നോക്കണം, കുടുംബത്തിലും ഹല്ലേലൂയ ഒന്നിച്ചുണ്ട്, പക്ഷേ ഒരു മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ ഒരു മനസ്സിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു മനസ്സുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. ഹല്ലേലൂയ. ഒരു വിഷയത്തിൽ ഒരു മനസ്സോടെ ഒന്നിച്ചു കൂടിയിരുന്ന് ദൈവ വാഗ്ദത്തങ്ങളെ ഒന്നിച്ചു വിശ്വസിച്ച് ഒന്നിച്ചനുസരിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ആദ്യം വേണ്ടത് ഹല്ലേലൂയ ഒരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്. 120 പേരോളം ഉള്ള ഒരു സംഘമെന്ന് അവളോട് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഒരു മനസ്സ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മളെല്ലാം അവിടെ താഴോട്ട് അപ്പോസ്തലപ്രവൃത്തി മുഴുവനായി നമ്മൾ പഠിച്ചാൽ അവിടെയെല്ലാം ഞങ്ങൾ എന്ന പദം ഉപയോഗിക്കുന്നത്. ഞാൻ എന്ന പദം എങ്ങുമേ കാണുന്നില്ല. ഞങ്ങൾ. ഹല്ലേലൂയ. ഒത്തിരി ഇടങ്ങളിൽ ഞങ്ങൾ എന്ന പദത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും അതുതന്നെ കാണാൻ കഴിയുന്നുണ്ട്. നെഹമ്യാവ് എന്ന ഒരു വ്യക്തിയിലാണ് ഹല്ലേലൂയ ദർശനം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനം ഹല്ലേലൂയ അവൻ യഹൂദ ജനത്തോട് പറയുമ്പോൾ അവരിൽ ചിലർ അവനോട് ചേർന്നു. പിന്നീട് നെഹമ്യാവ് പറയുന്നത്, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എഴുന്നേറ്റത് ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ മതിൽ ഞങ്ങൾ പണിയും. നോക്കണം, അവിടെ എല്ലാം ഞങ്ങൾ എന്ന പദമാണ് കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു മനസ്സ് വന്നു കഴിയുമ്പോൾ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. പത്രോസ് പ്രസംഗിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോരെ, അല്ല, 11 പേരോടുകൂടെ നിന്നുകൊണ്ട്. അവിടെ നിന്നപ്പോൾ പത്രോസ് നീ പ്രസംഗിക്കണ്ട എന്ന് മറ്റൊരാൾ പറയുന്നില്ല. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ പത്രോസും യോഹന്നാനും ഒന്നിച്ച് അവനെ ഉറ്റുനോക്കി. ഒരു മനസ്സ് വന്നു കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് എല്ലായിടത്തും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ ദൈവീയ പ്രവൃത്തിയിൽ എപ്പോഴും ആവശ്യം ഒരു മനസ്സെന്നുള്ളതാണ്. ഒരു മനസ്സ് നഷ്ടപ്പെട്ട് പോയാൽ ഒന്നിച്ചു കൂടിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു മനസ്സ് നഷ്ടപ്പെട്ട് ഒന്നിച്ചു കൂടിയാൽ തർക്കങ്ങൾ, വാദങ്ങൾ, ഭിന്നതകൾ ഒക്കെ ഉണ്ടാകും. എവിടെയൊക്കെ ഒരു മനസ്സ് നഷ്ടപ്പെട്ടു പോയോ അവിടെയെല്ലാം തകർച്ചയുടെ തുടക്കം തുടങ്ങി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, കുടുംബങ്ങളിൽ ഒരു മനസ്സ് വരട്ടെ, സഭകളിൽ ഒരു മനസ്സ് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സ്തോത്രം. ആ ഒരു മനസ്സ് വന്നിട്ട് ഒന്നിച്ചു കൂടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരട്ടെ. അതാണ് അനുഗ്രഹത്തിൻ്റെ ഹല്ലേലൂയ അടിസ്ഥാന പലകയിലൊന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരം ഹല്ലേലൂയ ഉണ്ട്. ഹല്ലേലൂയ. ഒന്നിച്ച് ശരീരം കൊണ്ട് കൂടുന്നുണ്ട്. പക്ഷേ ആ ഒരു മനസ്സ് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ യാതൊരു രീതിയിലും ഒരു വിജയമുണ്ടാകയില്ല. അവിടെ എപ്പോഴും കലഹവും പ്രൈസ് ദി ലോർഡ് അസംതൃപ്തിയും പൈശാചികന്റെ പദ്ധതികൾ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഇടവുമായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മശിയ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാവിനും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാർ അങ്ങ് കൂടെ ഇരുന്നപ്പോൾ പലപ്പോഴും കർത്താവെ ഒരു മനസ്സില്ലാതെ അവർ പലപ്പോഴും കർത്താവെ തർക്കത്തിലും വാദത്തിലും വലിയവൻ ആരെന്നുള്ള ചിന്തയിലും ഭിന്നതയൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, അവർ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ ഒരു മനസ്സ് ഞങ്ങൾ ഇവിടെ കാണുന്നു കർത്താവേ. അതുപോലെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് നമ്മുടെ മശിഹ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച അനുഗ്രഹം, അതേ കർത്താവേ, അങ്ങ് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് ഒരു മനസ്സ് എന്നത് തരുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതുതന്നെയാണല്ലോ. എന്നാൽ
ഒരു മനസ്സിനെ കെടുത്തുന്ന, ഹല്ലേലൂയ, കൂടി വരുന്നുണ്ട്, കൂടെ താമസിക്കുന്നുണ്ട്, എന്നാൽ ആ ഒരു മനസ്സില്ലാതാക്കി കളയുന്ന, ഒരു ലക്ഷ്യം ഇല്ലാതാക്കി കളയുന്ന, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അവസ്ഥകൾക്ക് പരിഹാരം അങ്ങ് കൽപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ആ ഒരു മനസ്സിനെ മാറ്റിക്കളയുന്ന ഈ എല്ലാറ്റിനെയും കർത്താവെ ജനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് കർത്താവെ ഒരു മനസ്സിലേക്ക് മടക്കി കൊണ്ടുവന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവീയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, അങ്ങ് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലുത് കർത്താവെ ആ ഒരു മനസ്സ് എന്നുള്ളതാണല്ലോ കർത്താവെ. സ്തോത്രം. അതിലേക്ക് ഞങ്ങൾ മടങ്ങി വരുവാൻ, അതിലേക്ക് കർത്താവെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വചനം, ഹല്ലേലൂയ, ആ മേഖലകളിൽ ഒരനുഗ്രഹമാക്കണമേ കർത്താവെ. ഒരു മനസ്സോടെ ഒന്നിച്ചു കൂടുവാൻ, ഒരു മനസ്സോടെ, ഹല്ലേലൂയ സ്തോത്രം, ഒന്നിച്ച് അനുഗ്രഹിക്കുക, ഹല്ലേലൂയ, അനുസരിക്കുവാൻ, ഒരു മനസ്സോടെ ഒന്നിച്ച് കാത്തിരിക്കുവാൻ, ഓ ജീസസ്, ഹല്ലേലൂയ, ഒരു മനസ്സോടെ, ഹല്ലേലൂയ, ഒന്നിച്ച് മാളിക മുറിയിൽ വരുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു മനസ്സോടെ ഒന്നിച്ച്, ഹല്ലേലൂയ, വിശ്വസിക്കുവാൻ, ഒരു മനസ്സോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ. ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.